തുച്ഛമായ വരുമാന മാർഗത്തിൽ അങ്ങനെ പ്രവാസം നയിച്ചിട്ടുണ്ട്. ഒന്നുകിൽ അവിടെ പറിച്ച് നടുവായിരുന്നു, അല്ലായിരുന്നെങ്കിൽ പഠിച്ച പണി പൊറോട്ട ഉണ്ടാക്കുക. അങ്ങനെ ഇങ്ങനെ പാടൂർ എന്ന് പറയുന്ന സ്ഥലത്തും ചന്ദ്രാപ്പിനി അവിടെ ഇവിടെ പല ഹോട്ടലുകളിലും ഞാൻ പൊറോട്ട പണിയെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ടേബിൾ തുടക്കലും ഗ്ലാസ് കഴുകലൊക്കെ ആയിട്ട് ഹോട്ടൽ തൊഴിലാളിയായിട്ടോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാരനായിട്ടോ അല്ലെങ്കിൽ പ്രവാസിയായിട്ടോ ഈ മൂന്നിലൊന്നായിട്ട് എങ്ങനെ ജീവിക്കുമായിരുന്നു. പക്ഷെ അതേപോലെ തന്നെയാണ് ഈ ആരാധകർ കൂടുന്ന സമയത്ത് ഭാര്യ ഒപ്പം ഉണ്ടായിരുന്നു. ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞെങ്കിലും പിന്നീട് ആരാധകരുടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു ഹൈപ്പ് വരുന്നത് ആ സമയത്തൊക്കെ ഭാര്യ ഉണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ചതുകൊണ്ട്. അപ്പം ഈ ആരാധകർ കൂടി വരുമ്പോൾ സത്യത്തിൽ അതൊരു ആശ്വാസമായിരുന്നു. ഭാര്യ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ ആരാധകരൊക്കെ കൂടെ പലരും ആവശ്യപ്പെട്ടു വരുമായിരുന്നു എന്നുള്ളൊരു ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അല്ല റജി, ഞാൻ കല്യാണം കഴിയാതായിരുന്നു ഇതിനകത്ത് വന്നിരുന്നെങ്കിൽ ആക്സിഡന്റലി എങ്ങനെങ്കിലും ഈ മിമിക്രി ഒക്കെ ആയിരുന്നല്ലോ നമ്മുടെ മേഖല, അവതാരകനായിട്ടും അങ്ങനെയൊക്കെ പോയല്ലോ. അപ്പം ഞാൻ എവിടെങ്കിലും വെച്ചിട്ട് ഇനി അഥവാ റജിലാനെ കല്യാണം കഴിച്ച് ആൽബങ്ങളൊന്നുമില്ല, അങ്ങനെ കല്യാണമൊന്നും കഴിയാതെ ആൽബം അല്ലെങ്കിലും ഞാൻ കലാമേഖലയിൽ വേറെ എവിടെയെങ്കിലും വന്ന് ഒരു 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 താരപദവിയിൽ അല്ലെങ്കിൽ ഒരു ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരാളിലേക്ക് വരുമെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ അപകടകരമായ എന്തെങ്കിലും പിന്നെ ഈ കെണിയിൽ ഞാൻ പെട്ടിട്ട്, അതായത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു റിലേഷനിൽ പോയി അവിടെ അസ്തമിച്ചു പോവുമായിരുന്നു, ഉറപ്പാണ്. കാരണം അത് പിന്നെ ഭയങ്കരമായ ആരാധന മൂത്തിട്ടൊക്കെ വരുന്ന പ്രണയങ്ങളിലൊക്കൊന്നും ആയുസ് ഉണ്ടാവില്ല. കല്യാണത്തോടു കൂടി മനുഷ്യൻ്റെ മസ്തിഷ്കത്തിനൊരു പ്രത്യേകത ഉണ്ട്. എല്ലാ പുതുമ കഴിഞ്ഞാൽ പിന്നെ വേണ്ട. മറ്റ് ജീവജാലങ്ങൾക്ക് അങ്ങനെയില്ല. അവർക്ക് കാലാകാലം ആ ഇപ്പോഴും കൊത്തിപ്പെറുക്കി തന്നെയാണ് കാക്കയും കോഴിയൊക്കെ തിന്നുന്നതും. ഏത് കോരിച്ചൊരുന്ന മഴയത്തും വെയിലത്തും കൂടും അങ്ങനെ തന്നെയാണ്. ഇപ്പം കൂടിന് ഡെക്കറേഷന് വേണ്ടി പുതിയ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്ന പരിപാടി ഒന്നുമില്ല അവർക്ക്. നമ്മളങ്ങനെയല്ല. മനുഷ്യൻ ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുമ്പേ ഇപ്പുറത്തിരുന്നിട്ട് ഇപ്പോൾ ഹേനൊക്കെ ഓടിക്കുന്നു നോക്ക്, നമുക്കൊക്കെ ഇതേപോലെ പറ്റിയിരുന്നെങ്കിൽ പഠിച്ച് കഴിഞ്ഞാൽ എടാ ഇതൊന്നും ഓടിക്കടാ, എനിക്ക് കയ്യില ഈ ബ്ലോക്കിലൊക്കെ പെട്ട് ക്ലച്ച് ചവിട്ടി ചവിട്ടി കാല് പണ്ടാരടങ്ങി. അതായത് മതി. അതായത് താജ്മഹൽ കാണുന്നവരെ ഉണ്ടായിരുന്ന ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആ ഒരു വല്ലാത്ത പ്രതീക്ഷയും സാധനം ഉണ്ടല്ലോ, 2 ദിവസം അതിന്റെ മുന്നിൽ താമസിച്ചാൽ കഴിഞ്ഞത്. മനസ്സിലായി? ഇപ്പൊ ദുൽഖർ സൽമാനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഒരാഴ്ച അയാളെ ഇവിടെ കൊണ്ടുവച്ച് താമസിപ്പിച്ചു കഴിഞ്ഞാൽ മൂപ്പരോടുള്ള ഒരു മതിപ്പൊക്കെ പതുക്കെ പോകും. മനുഷ്യൻ അങ്ങനെയാണ്. അതുകൊണ്ട് ഈ താരാരാധന മൂത്തിട്ട് ആരും ആരെയും പ്രേമിച്ചൊന്നും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടും ഒരേ പിന്നെ ഇടത്ത് ഒരേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇത് ഈ താരാരാധനയിലൊക്കെ പോയിട്ട് പെട്ടുപോയാൽ രണ്ടാളും മറ്റാള് താരമായ ആള് താഴോട്ടും പോകും. പല അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഒരുപക്ഷെ ഞാൻ റജിലാനെ കല്യാണം കഴിച്ചില്ല, നമ്മൾ വേറൊരു കഥയിലായിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യേണ്ട സ്ഥിതി ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അത്രയും ആൾക്കാർ വന്നിരുന്നു. അത്രയും ആൾക്കാർ വന്നൊന്നും ഞാൻ പറയുന്നില്ല. വന്നതിൽ നമ്മളങ്ങ് പെട്ടുപോകല്ലോ എന്റെയൊക്കെ മനസ്സ് പ്രകാരം. കാരണം ഒരു പ്രണയം പുഷ്പിക്കാതെ പോയ സാധനം ഇവിടെ ഉണ്ടേ. പിന്നെ പലരുടെയും പിന്നാലെ പോയിട്ട് നമ്മളൊന്ന് ഗൗനിക്കാത്തത് കൊണ്ട്. അപ്പം നമ്മളെ ഗൗനിക്കാൻ 4 പെൺകുട്ടികൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാനും മനുഷ്യനല്ലേ ഉള്ളതെന്ന് പറഞ്ഞ പോലെ ഞാൻ ഏതിലെങ്കിലും പോയി പെട്ടുപോകും. നിങ്ങൾ പാട്ടൊക്കെ വന്നതിന് ശേഷം ഈ പുള്ളിക്കാരെ എവിടെയെങ്കിലും വെച്ചൊക്കെ കണ്ടിട്ടില്ലേ? ബ്രേക്കപ്പ് ആയി അവര് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അവരെ എൻ്റെ വൈഫ് അവരുമായിട്ട് നല്ല ബന്ധം, അവര് നല്ല സുഹൃത്തുക്കളാണ്. അവര് സ്വസ്ഥമായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. അവർക്ക് പിന്നെ നമ്മളെ ഓർത്ത് നടക്കേണ്ട ഗതികേടൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അവർ രക്ഷപ്പെട്ടെന്ന് പറയും. അവരറിയില്ല എന്ന് എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞത്. അതായത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഷാഫിക്കൊക്കെ എന്നോട് ഇഷ്ടമുണ്ടായിട്ടുണ്ടാവും, പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇനി അവരെ ഭാഗം സത്യാന്ന് എൻ്റെ വൈഫ് വിശ്വസിക്കട്ടെ എന്നാണ് ഒരു. കാരണം അങ്ങനെ സമാധാനിച്ചോട്ടെ. വൺ സൈഡാണ് ഞാൻ പിന്നാലെ നടന്ന ഒരു കോന്തം കാമുകൻ മതി. നമ്മുടെ ഈ ഷമീറിനെയൊക്കെ പോലെ ഞാൻ ഇടക്കിടക്ക് പുള്ളിയെ ഞാൻ അറിയാണ്ട് നോക്കി പോകുന്നു. എന്റെ അതേ അനുഭവമുള്ള അതുകൊണ്ടാണ് അത് റിലേറ്റ് ചെയ്യുന്നതാ. അതുകൊണ്ടാണ് നോക്കണത്. ക്യാമ്പസിലൊക്കെ പഠിക്കുമ്പോ എങ്ങനെയായിരുന്നു? ക്യാമ്പസിൽ ആകപ്പാടെ പോവാൻ ഭാഗ്യം കിട്ടിയത് ആൽബം മീഡിയയിൽ വന്നതിന് ശേഷം. 10ാം ക്ലാസ് പൊരുതി തോറ്റതാണ് സാർ ഞാൻ. അതെനിക്ക് അറിയില്ലായിരുന്നു. 10ാം ക്ലാസ്സിൽ തോൽക്കാനുള്ള ഒരു കാരണമുണ്ട്. അത്യാവശ്യം പഠിക്കും, ഭയങ്കര പഠിപ്പിച്ചൊന്നുമല്ല, ജയിച്ചു പോകാനുള്ള പഠിപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ UP സ്കൂളിൽ LP-യിലൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും പാവപ്പെട്ടവന് കിട്ടേണ്ട യൂണിഫോമും പാവപ്പെട്ടവർക്ക് കനിഞ്ഞ് ടീച്ചർമാരൊക്കെ വാങ്ങിക്കൊടുക്കുന്ന പെൻസിലും നോട്ട്ബുക്കൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു അഭിമാനിയാണ് ഞാൻ. അന്നേ ദാരിദ്ര്യം ഇന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കാരണം ഉപ്പാൻ്റെ തുച്ഛമായ വരുമാനത്തിൽ നമ്മൾ കുറേ 4 മക്കളുണ്ടാകും. മാത്രമേ ഒരു തറവാടാണ്. ഉപ്പാൻ്റെ പെങ്ങളെ മക്കള് എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു സ്ഥലമാണ്. നമുക്കങ്ങനെ
പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേഷൻ കൊടുത്ത് അങ്ങനെ പോകാനൊന്നും കഴിഞ്ഞിട്ടില്ല. എൻ്റെ സുഹൃത്ത് നവാസ് ഒരു ആക്സിഡൻറ്റ് പെട്ടു. അപ്പോൾ ഞങ്ങളെ മുന്നിൽ നിന്നാണ് പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്താണ്. അപ്പോൾ അവൻ്റെ ഈ കണ്ണ് പുറത്തേക്ക് ഇങ്ങനെ പോന്നു. അതൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ഞാനും റഫീഖും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി തിരിച്ചെത്തുമ്പോഴത്തേക്ക് നമ്മുടെ പരീക്ഷ മിസ്സായിപ്പോയി ഒരെണ്ണം. അങ്ങനെ പിന്നീട് അടുത്ത കൊല്ലം ശരിയാക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതിനുള്ള വസതി ഇല്ലായിരുന്നു എന്ന് പറയാം നമ്മൾ പറയുകയാണെങ്കിൽ. അപ്പോഴത്തേക്ക് ഞാൻ ആന്ധ്രയിൽ ഉമ്മാൻ്റെ വിജയവാഡ ഉമ്മാൻ്റെ നാട്ടിൽ അവിടെ ചെറിയ ചെറിയ പണികൾക്കൊക്കെ വേണ്ടി പോയി. ഒരു 3-4 മാസം അവിടെ വന്നു. തിരിച്ചു വന്ന് ഇവിടെ വീണ്ടും തൃശ്ശൂർ ഞാൻ പറഞ്ഞ നേരത്തെ പാടൂർ പോയി ജോലി ചെയ്തു. അങ്ങനെ പിന്നെ നമ്മൾ ജീവിതം അങ്ങോട്ട് ഏറ്റെടുക്കും. പാവം ഉപ്പ നമ്മുടെ ബാക്കിൽ അവിടെ ഉണ്ട്, ഉപ്പയുണ്ട്, ഏട്ടനുണ്ട്. എൻ്റെ ജീവിതത്തെ 2 തൂണിൽ നിർത്തി എന്ന് പറയേണ്ട 2 ആൾക്കാർ. ധൈര്യം ഏട്ടനുമായിരുന്നു, കാവലെല്ലാം ഉപ്പയായിരുന്നു. എല്ലാവരും എപ്പോഴും പറയുമ്പോൾ ഉമ്മാനെ കുറിച്ച് 1000 നാവ് കൊണ്ട് പറയും. എനിക്കും പറയാനൊക്കെ ഉണ്ട്. ഉമ്മ നമ്മളെല്ലാ നിലക്കും കഷ്ടപ്പെട്ട് പോറ്റിയാണ്. പക്ഷേ എനിക്ക് ഒരു പണത്തൂക്കം മുന്നിൽ എൻ്റെ ഉപ്പാനോടാണ് സ്നേഹം. ആ കാരണം ഒന്നും എന്നോട് ചോദിക്കരുത്. എൻ്റെ ഉപ്പ എന്ന് പറയുന്നതാണ് എൻ്റെ ലോകത്തെ എനിക്ക് ഏറ്റവും വലിയ നഷ്ടം. പുള്ളിൻ്റെ ഒരു ദിവസം പോലും ഞാൻ ഇത്രയൊക്കെ സമ്പാദിച്ച് ഇങ്ങനെയൊക്കെ ജീവിതം കൊണ്ടുനടന്നിട്ടും പുള്ളി ആ ദാരിദ്ര്യകാലത്ത് കൊണ്ടുനടന്ന ആ ഒരു ഹിമ്മത്ത് എന്ന് പറയാം നമ്മൾ അറബിയിലും ഇതിലൊക്കെ ഹിന്ദിയിലൊക്കെ, ആ ഒരു പവർഫുള്ളായിട്ട് അരപ്പട്ടിനാണെങ്കിൽ പോലും അദ്ദേഹം തന്ന ഒരു ആനന്ദവും കരുതലും സന്തോഷവും ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് എൻ്റെ മക്കൾക്ക് ആ മനുഷ്യൻ ഉണ്ടാക്കി കൊടുത്ത പോലെ ആകുന്നില്ല. അപ്പം ഭയങ്കരമായ നഷ്ടം. രണ്ടാമത്തത് ജ്യേഷ്ഠൻ 5 വർഷം മുമ്പ് ഇതേപോലെ ഒരു റമദാനിൽ സുഹൃത്തുക്കൾക്ക് വേണ്ടി 2 ഐസ്ക്രീം, നാളെ ഗൾഫിൽ പോകാനുള്ള ഒരു സുഹൃത്തുണ്ട് അവൻ, പിന്നെ അനിയേട്ടൻ, 2 പേരെയും അപ്പുറം നിർത്തിയിട്ട് റോഡ് കിടക്കുക. 2 ഐസ്ക്രീമായിട്ട് കാറ് വന്ന ആക്സിഡൻ്റായി ആളെ കൊണ്ടുപോയി. ലൈഫിൽ നല്ലോണം സന്തോഷത്തോടു കൂടി വന്ന് ഞാൻ അത്യാവശ്യം ഉപ്പ 2 കൊല്ലമേ കണ്ടിട്ടുള്ളൂ എൻ്റെ നല്ല ജീവിതം. പക്ഷെ ആ 2 കൊല്ലം ഞാൻ എന്നെക്കൊണ്ട് ആവും പോലെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇക്ക ഈ പറഞ്ഞ മാതിരി എന്നെക്കൊണ്ട് അഭിമാനം കൊണ്ട ഒരാളാണ്. സുഹൃത്ത് വലയങ്ങളെ കൊണ്ട് സമ്പന്നനാണ്. ഒരു ഫെസ്റ്റിവൽ പോലെ ജീവിച്ച് പൊലിഞ്ഞു വരും. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ബ്രോയ്ക്ക് ശരിക്കും നോമ്പുറക്കാൻ സമയമായി. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു കുഞ്ഞു പാട്ടും കൂടെ പാടി അങ്ങ് അവസാനിപ്പിക്കാം. ആയിക്കോട്ടെ. ഏത് പാട്ട് പാടും? അങ്ങനെ ചോദിക്കുമ്പം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നമ്മളെ സുന്ദരി നീ വന്ന ഗസലായി അതൊക്കെ കഴിഞ്ഞാൽ പ്രിയപ്പെട്ട പാട്ടാണ് ഷഫീഖ് റഹ്മാൻ എഴുതി ട്യൂൺ ചെയ്ത് ഗാലറി വിഷനിലൂടെ പുറത്തിറങ്ങിയ എന്നും എൻ്റെ ഓർമ്മകളിൽ, കലാലയം. കാരണം അത് ഒരുപാട് ആൾക്കാരുടെ ക്യാമ്പസ് ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന പാട്ട്. ഷമീറിന്റെ വൈഫ് ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വൈഫ് എന്നല്ലേ? അങ്ങനെയാണെന്ന് അവൻ പറയുന്നത് ഞാൻ വിശ്വസിച്ചു. തൽക്കാലത്തേക്ക് അത് വിശ്വസിച്ച് കൊടുക്കാം. ഏതായാലും ആ പാട്ട് പാടി അങ്ങനെ പോവാം. എന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ശാന്തിയും സമാധാനവും ഒക്കെ എവിടുന്നോ ഉണ്ടാവാനുള്ളതല്ല. നമ്മൾ നമ്മുടെ വീടകങ്ങളിൽ നിന്ന് ആദ്യം സ്വന്തത്തിൽ ഉണ്ടാക്കിയെടുത്ത് അത് പകർന്നു കൊടുത്ത് നമ്മളെ വളർത്തുന്ന നമ്മളെ ചുറ്റുപാടുള്ള ആളുകളെ ബോധ്യപ്പെടുത്തി ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് സമൂഹത്തിലേക്ക് പകർന്നു കൊടുത്താൽ തനിയെ ഉണ്ടായി വരുന്നതാണ്. അല്ലാതെ ലോകം മുഴുവൻ ശാന്തി സമാധാനം ഉണ്ടായിട്ട് നമുക്ക് സമാധാനിക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ തെര അടങ്ങിയിട്ട് തോണി നടക്കാമെന്ന് വിചാരിച്ചു